ശ്രീ പി എം സുരേഷ് ബാബു, എന്തായാലും വളരെ സുഗമമായിട്ട് ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവം സംഘടിപ്പിച്ചതിന് തിരുവിതാംകൂർ ദേവസ്വത്തെ അഭിനന്ദിക്കുകയാണ്, പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്തിനെ. കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ആക്ഷേപങ്ങളുണ്ടായിരുന്നില്ല, വിവാദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. അതിൻ്റെയൊക്കെ ശോഭ കെടുത്തുന്ന ഒരു നടപടിയല്ലേ വാസവൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്? നോക്കൂ, വാച്ച്മാൻ ആവാൻ ഒരു മന്ത്രിയുടെ ആവശ്യമുണ്ടോ? അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു? അല്ല, ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഓരോരുത്തരും നോക്കിക്കാണുന്നത് പോലെ ഇരിക്കും. അതാണ് അതിൻ്റെ ഒരു ദൂഷ്യവും, അതാണ് അതിൻ്റെ ഒരു സൗന്ദര്യവും. ഇപ്പോൾ മന്ത്രി ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയാണ്. ആ മന്ത്രിയുടെ സഹായം കൂടാതെ ദേവസ്വം ബോർഡിന് പ്രവർത്തിക്കാൻ കഴിയുമോ? ആ മന്ത്രിയുടെ അനുവാദമില്ലാതെ ദേവസ്വം ബോർഡിൻ്റെ ചില കാര്യങ്ങളിൽ ചെയ്തെടുക്കാൻ കഴിയുമോ? ഗവൺമെൻറ്റിൻ്റെ സഹായം എല്ലാത്തിനും ആവശ്യമില്ലേ? ഗവൺമെൻറ്റിൻ്റെ സഹായം ഇല്ലാതെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമില്ലാതെ ശ്രീജിത്തിന് പ്രവർത്തിക്കാൻ കഴിയുമോ? ഗവൺമെൻറ്റിൻ്റെ സഹായം എന്ന് പറയുന്നത്, സഹായം എന്നല്ല, ഗവൺമെൻറ്റിൻ്റെ ചുമതല എന്ന് പറയാം. ഗവൺമെൻറ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണല്ലോ. ആ ചുമതലകൾ നിർവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന നോക്കിക്കാണുന്ന വ്യതിയാനങ്ങളെ രാഷ്ട്രീയമായി, അത് മതപരമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മളുടെ കുഴപ്പം. നമ്മൾ ഒരു മഞ്ഞക്കണ്ണോടുകൂടി നോക്കുമ്പോഴാണ് മഞ്ഞയായിട്ട് അത് തോന്നുന്നത്. അതിനെയൊക്കെ നല്ല രീതിയിൽ കാണാൻ ശ്രമിച്ചാൽ എന്താണ് ഇതിനകത്തുള്ള കുഴപ്പം? ഒരു പ്രശ്നമില്ലാതെ ഇതങ്ങ് പോയി. ഈ മണ്ഡലകാലത്തിൻ്റെയും മകരവിളക്കിനെയും ഒക്കെ കഴിഞ്ഞു എന്നത് നിങ്ങൾ ഇവിടെ ഒരു സർട്ടിഫൈ ചെയ്ത പശ്ചാത്തലത്തിൽ, ഞാനത് തുടക്കത്തിൽ അവകാശപ്പെടാനൊന്നും ശ്രമിച്ചിട്ടില്ല. ഞാനത് അവകാശപ്പെട്ടിട്ട് അങ്ങക്ക് വേറെ ആർക്കെങ്കിലും ഒരു ദോഷം വരേണ്ടതില്ല, അല്ലെങ്കിൽ പ്രകോപനം ഉണ്ടാവേണ്ട. നല്ലത് എന്ന് പറയും, ആ മര്യാദ കാണിക്കും. നല്ലത് ചെയ്താൽ നല്ലത് എന്ന് തന്നെ പറയും. അങ്ങ് നല്ലത് ചെയ്താൽ നല്ലത് എന്ന് പറയുന്ന ആളാണ് അങ്ങെന്ന് എനിക്ക് എത്രയോ കാലം മുതലുള്ള അഭിപ്രായമല്ലേ അനിൽ നമ്പ്യാരെ കുറിച്ച്. ഇത് ഇന്നലെ ഇപ്പം പറഞ്ഞത് കൊണ്ട് മാത്രം വന്നതാണോ? അങ്ങ് എത്ര കാലമായുള്ള സൗഹൃദം സൂക്ഷിക്കുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് അങ്ങനെയില്ല, നമ്മൾ തമ്മിലുള്ളൊരു സർട്ടിഫിക്കറ്റിൻ്റെ പ്രശ്നം ഇതിനകത്ത് ഉദിക്കുന്നില്ലല്ലോ. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ ഒരു ഭരണകൂടമുണ്ട്. ഭരണകൂടത്തിന് ചില കാര്യങ്ങളും ചില ചുമതലകളും നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ആ ചുമതലകൾ നിർവഹിക്കുമ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഭരണകൂടത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ മന്ത്രി അവിടെ ഉണ്ടാവുക എന്നത് ഒരു ആവശ്യമാണ്. അല്ലെങ്കിൽ അത് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ മറ്റൊരു സന്ദേശം നൽകാൻ ഇടയുള്ളത് കൊണ്ട് അവരവിടെ ഉണ്ടാകുന്നു. പൂർണ്ണാർത്ഥത്തിൽ അവർ വിശ്വാസികളാണ്, വിശ്വാസികളല്ല എന്ന് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലോ. അത് ഹിന്ദു മതത്തിൽ തന്നെ വിശ്വാസികളും അവിശ്വാസികളുമുണ്ട്, മറ്റ് മതങ്ങളിലും വിശ്വാസികളും അവിശ്വാസികളും ഒക്കെ ഉണ്ടാകാം. അവിടെ ഈ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന സമയത്ത് അവഹേളനാരൂപമായ ഒരു നടപടി മന്ത്രിയുടെ ഭാഗത്തുണ്ടായി എന്ന് നോക്കിക്കാണാൻ നമുക്ക് നിവൃത്തിയില്ല. നമ്മൾ അതിനെ ആ രൂപത്തിൽ കാണണമെന്ന് ആഗ്രഹിച്ച് അതിനെ വിശകലനം ചെയ്താൽ ചിലപ്പോൾ എന്തെങ്കിലും കണ്ടേക്കാം. പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്, കാലാകാലങ്ങളായി ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമല്ലാത്ത ഒരു രാഷ്ട്രീയ സംഹിത അല്ലെങ്കിൽ ഒരു ആശയ സംഹിത സ്വീകരിച്ചു വന്നിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നുള്ള വ്യതിയാനത്തെ, ട്രാൻസിഷനെ അംഗീകരിക്കുന്നതിന് പകരം നമ്മളെപ്പോലെ എന്ത് ട്രാൻസിഷനാണ്? മസിൽ പിടിച്ചു നിൽക്കുകയല്ലേ? വക്കീലെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. കമ്മ്യൂണിസ്റ്റുകാർ അവിശ്വാസികളാണ്. ആ അവിശ്വാസികൾ എന്തിനാണ് സർ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? നോക്കൂ, മന്ത്രിസഭയിൽ കടന്നപ്പള്ളി രാമചന്ദ്രനുണ്ട്. അദ്ദേഹം നേരത്തെ ദേവസ്വം മന്ത്രിയായിരുന്നു അല്ലേ? അദ്ദേഹം ഭക്തിയോടുകൂടി സന്നിധാനത്ത് അദ്ദേഹം നിലയുറപ്പിക്കുമായിരുന്നു. പോട്ടെ, കെ ബി ഗണേഷ് കുമാർ, അദ്ദേഹത്തിനും ഭക്തിയുണ്ട് അല്ലേ? ഈ വാസവൻ, അതുപോലെ രാധാകൃഷ്ണൻ, ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ എന്തിനാ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തത്? വേണ്ടാന്ന് വെച്ചാൽ പോരെ? വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ പോരെ? അല്ല, അതിന് മറുപടി പറയാൻ ഞാൻ അശക്തനാണ്. അത് ഇപ്പം ഈ ചോദിക്കുന്നത് പോലെ എന്തിനാണ് ഇന്ന് അനിൽ നമ്പ്യാരെ കൊണ്ട് തന്നെ ഇത് എൻകറിയിപ്പിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചാലോ? അത് എനിക്ക് ചോദിക്കാൻ അർഹതയുള്ള ചോദ്യമാണോ? അതല്ലല്ലോ. വേറെ നമ്മളെ സുഹൃത്തുക്കള് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാലും ഇതേ ചോദ്യങ്ങൾ തന്നെ ചോദിക്കുക.
ചോദ്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവില്ല. ഇതേ ചോദ്യങ്ങൾ തന്നെയാണ് വേറെ ആങ്കർ ചോദിക്കുക. ഞാനിപ്പോ ചോദിക്കുന്നത് അങ്ങനെയുള്ള ഒരു ചോദ്യത്തിന്റെ പ്രസക്തിയില്ലായ്മയെ കുറിച്ചാണ് ഞാനിപ്പോ പറയുന്നത്. അവിടെ ഈ ചെയ്യുന്ന അവരെ നന്നാക്കിയെടുക്കുക, അല്ലെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ആവശ്യമുള്ള രൂപത്തിലും ഭാവത്തിലും സംഹിതയിലും പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ചുമതല അല്ലെങ്കിൽ ഉത്തരവാദിത്വം. നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. വാസവൻ പ്രവർത്തിക്കുന്നത് ആ ശബരിമല തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ശുദ്ധതയ്ക്ക്, അതിൻ്റെ ഭവ്യതയ്ക്ക് വിരുദ്ധമാണെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടത് തിരുത്തിക്കുക എന്നുള്ളതല്ലാതെ മറ്റു തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന എൻ്റെ ഒരു വികാരമാണ്. അല്ല, ആരാണ് തിരുത്തിക്കേണ്ടത് വക്കീലെ? ആരാ തിരുത്തിക്കേണ്ടത്? പിണറായി തിരുത്തിക്കുവോ അദ്ദേഹത്തെ? ഗുരുവായൂർ ക്ഷേത്ര നടയിൽ പോയി പിണറായി ചോദിച്ചത് വക്കീലിന് അറിയാലോ, ഇവിടെയാണോ നിങ്ങളുടെ ആളിരിക്കുന്നത് എന്നുള്ള രീതിയിലല്ലേ അദ്ദേഹം ചോദിച്ചത്. അപ്പൊ ഇത് വേറെ ഏതെങ്കിലും ആരാധനാലയങ്ങളിൽ പോയി ഈ രീതിയിൽ അവഹേളിക്കും വിധം പെരുമാറുമോ എന്നുള്ളതാണ് ചോദ്യം. വേറെ ഏതെങ്കിലും ഒരു ആരാധനാലയങ്ങളിൽ പോയി ഇவ்விധം പെരുമാറുവോ? തിരുത്തിക്കേണ്ടവരിൽ നിങ്ങളും ഞാനും ജനവും അതുപോലെയുള്ള എല്ലാ ആളുകളും തിരുത്തിക്കേണ്ടവരിൽ പെടുന്നവരാണ്. നമ്മൾ ആ ചുമതലകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. വ്യത്യസ്ത ഭാവത്തിലും വ്യത്യസ്ത വാക്കുകളിലും വ്യത്യസ്ത രൂപത്തിലുമാണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളാണ് ഒരു രാഷ്ട്രീയ നേതാക്കന്മാരെ തിരുത്തിക്കേണ്ടത്. അത് ചെയ്യുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയക്കാർ ഈ സമൂഹത്തിന് വേണ്ടാത്തവരാണ് എന്ന് ഒരു വിശ്വാസികൾക്ക് അല്ലെങ്കിൽ മത നേതാക്കന്മാർക്ക് അങ്ങനെ പറയാം. മത നേതാക്കന്മാർ ഈ സമൂഹത്തിൽ വേണ്ടാത്തവരാണ് എന്ന് രാഷ്ട്രീയക്കാർക്ക് പറയാം. അപ്പൊ പിന്നെ ഇനിയിപ്പോൾ ഡയാലിസിസ് നടത്തി കഴിഞ്ഞാലും അവർ മാറണമെന്നില്ലല്ലോ. എത്ര ഡയാലിസിസ് നടത്തിയാലും അവർ മാറില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റില്ല. പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞല്ലോ, രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകൾ എന്തിനാണ് ഇതിനകത്തൊക്കെ വരുന്നത് എന്നുള്ളത്. അത് പ്രസക്തമായിട്ടുള്ള ചോദ്യമല്ലേ. രാഷ്ട്രീയം ഒരു വശത്താണെങ്കിൽ ഞാൻ പറയാം രാഷ്ട്രീയക്കാർ വേണ്ട എന്ന് മതത്തിൻ്റെയും ജാതിയുടെയും നേതാക്കന്മാർക്ക് പറയാം. അവർ പറഞ്ഞോട്ടെ. രാഷ്ട്രീയക്കാർക്ക് മത നേതാക്കന്മാരും ജാതി നേതാക്കന്മാരും ഒന്നും സമൂഹത്തിൻ്റെ ഉന്നത സ്ഥിതിയിലേക്ക് വേണ്ട, അവർ മതത്തിൻ്റെ കാര്യമായിട്ട് നോക്കിപ്പോയാൽ മതി എന്ന് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. പക്ഷെ ജനാധിപത്യ രാജ്യത്ത്, ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു വിലയുണ്ട്. രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു സംഹിതയുണ്ട്. അവർ രാജ്യത്തിൻ്റെ ഭാവിയെ നിശ്ചയിക്കുന്നവരായി മാറുന്ന സാഹചര്യങ്ങളുണ്ട്. കോൺഗ്രസ് പാർട്ടി കുറേ കാലം ഇന്ത്യ രാജ്യം ഭരിച്ചിട്ടുണ്ട്. ഇപ്പോൾ BJP 12ാം കൊല്ലത്തേക്ക് BJP തുടർച്ചയായ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരൊന്നും ഈ സമൂഹത്തിൽ വേണ്ടാത്തവരാണ് എന്ന ഒരു പൊതു ധാരണയോ പൊതു വിശ്വാസമോ എനിക്കില്ല. അവർ കടക്കേണ്ടാത്തയിടത്ത് കടക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാം. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയവും രാഷ്ട്രീയ പ്രവർത്തനവും ഈ പറയുന്ന പ്ലൂരാലിറ്റിയുള്ള ഒരു രാജ്യത്ത് മതത്തിനും ജാതിക്കും ഒക്കെ പ്രസക്തിയുണ്ട്. ആ പ്രസക്തി അവിടെയാണ് എനിക്ക് വിയോജിപ്പ്. ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളിൽ മാത്രമല്ലേ ഈ കൈകടത്തലുള്ളൂ? ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളിൽ മാത്രം വന്നല്ലേ ഇങ്ങനെ അപമര്യാദയോടെ പെരുമാറുന്നുള്ളൂ? അപ്പുറത്ത് പോയ വിവരം അറിയും വക്കീലെ. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ശരിയല്ലേ? കേരളത്തിൽ നടക്കുന്നതല്ലേ? വക്കീൽ ഇതൊന്നും അറിയില്ലേ? വക്കീൽ കേരളത്തിലല്ലേ ജീവിക്കുന്നത്? എങ്ങനെയാ പോന്നെ? പള്ളി പോണോ? പോയിട്ട് ഇതുപോലെ നിൽക്കുവോ? ക്രിസ്ത്യൻ മുസ്ലിം പള്ളിയിൽ പോണോ? എന്തിനാ പോകുന്നത്? അവർക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. ഇത് ഭരണത്തിന്റെ കീഴിൽ. അതല്ല ഞാൻ ചോദിക്കുന്നത്. അല്ല, മോസ്കുകളെയും ചർച്ചുകളെയും നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം സർക്കാർ കൊണ്ടുവരുമോ? ഞാൻ ചാലഞ്ച് ചെയ്യുകയാണ്. കൊണ്ടുവരട്ടെ. ഗവൺമെന്റ് ആണല്ലോ. ആര് കൊണ്ടുവരും? അതിനുള്ള നട്ടല്ലേ BJP ഗവൺമെന്റ് കൊണ്ടുവരണം. അതിനുള്ള നട്ടല്ലേ ഇടതുപക്ഷത്തിരിക്കുന്നവർക്കുണ്ടോ? നരേന്ദ്രമോദിക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹം കൊണ്ടുവരണം. എന്താ കൊണ്ടുവരുന്നതിന്? കൊണ്ടുവരട്ടെ. ഈ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ കേരളത്തിന്റെ ഒരു ഇട്ടാവട്ടത്തുള്ള ആളുകളല്ലല്ലോ. ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമല്ലേ? ആ ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗത്തിൽ കൊണ്ടുവന്നോട്ടെ. അതായത് നമ്മളിങ്ങനെ പോളൂ.
ഞങ്ങൾ ഇങ്ങനെ നിങ്ങൾ പോളൂ, കൊച്ചു കേരളം കേരളത്തിൽ മാത്രം ഞങ്ങൾ ഇങ്ങനെ നോക്കല്ല. പോളൂ, ക്ഷേത്രങ്ങളെയൊക്കെ കൈകാര്യം ചെയ്ത് അടക്കി അല്ലല്ലോ, വാണ് അവര് മാത്രമേ ഞങ്ങൾ നമ്മൾ പോവുകയുള്ളൂ. ഇന്ത്യ മറ്റുള്ള രാജ്യത്തിന്റെ ആരാധനാലയങ്ങളെയൊന്നും ഒരു ഞങ്ങൾ ഭാഗമാണ്. തൊടില്ല. ഇനി വല്ല മാറ്റം ഇന്ത്യൻ കൊണ്ടുവരണമെങ്കിൽ ഭരണഘടന നരേന്ദ്രമോദി ഇന്ത്യ കൊണ്ടുവരട്ടെ. രാജ്യത്തിന്റെ അത് ഭരണഘടനയാണ്. എസ്കേപ്പിസം അല്ലേ വക്കീൽ? അത് എസ്കേപ്പിസം അല്ലേ? കേരളത്തിലെ മാത്രമായ ജനങ്ങളുടെ ഭരണഘടനയല്ല, അത് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ ഭരണഘടനയാണ്. ആ അല്ല ഭരണഘടന അല്ല അല്ല ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. വക്കീലെ ഇതര സംസ്ഥാനങ്ങളിൽ ഇതുപോലെ ദേവസ്വം ബോർഡ് സംവിധാനം ഉണ്ടോ? എവിടെയൊക്കെ ഉണ്ട്? അല്ല, എവിടെയാ ഇല്ലാത്ത? പറ, എവിടെയൊക്കെ ഉണ്ട്? എവിടെയാണ് ഇല്ലാത്ത? എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ പറയൂ. ഓക്കെ.